കാലത്തെ വീട്ടിലെ അടുക്കളയിലെ തിരക്കുകളും ഓഫീസിലും അടുപ്പിക്കുന്ന സ്ഥിരം ജോലികൾക്കും ശേഷം വൈകിട്ട് വീട്ടിലെത്തി ഒരു നേരം പോക്കിലാണ് അനാമിക സാമൂഹ്യ മാധ്യമങ്ങളിൽ വെറുതെ ഒന്ന് കയറിയത്. ഹായ് അനു, ഓർമ്മയുണ്ടോ? ആരുടെയോ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് റിക്വസ്റ്റ് വന്നിരിക്കുന്നു. എടുത്തു നോക്കിയപ്പോൾ വിവേകാണത്. പക്വതയില്ലാത്ത പ്രായത്തിൽ തോന്നിയ ഒരിഷ്ടം. കല്യാണത്തോടടുത്തപ്പോൾ അവനും വീട്ടുകാരും സാമ്പത്തികവും എല്ലാം പ്രശ്നമായി. കോളേജ് ലൈഫിലെ വെറും ഒരു ഏടായി മറവിയുടെ കൂട്ടത്തിലേക്ക് ഒരല്പം സങ്കടത്തോടെയാണെങ്കിലും വലിച്ചെറിഞ്ഞാണ് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. ഇങ്ങനൊക്കെ ഒരിഷ്ടം ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. അതൊക്കെ തമാശയായി കണ്ടാൽ മതി. എന്നെ തന്നെ എത്ര പേർ തേച്ചിരിക്കുന്നു കല്യാണം കഴിഞ്ഞ നാളുകളിൽ എന്നോ അനൂപേട്ടനോട് പറഞ്ഞപ്പോൾ ചിരിച്ചും കൊണ്ട് കിട്ടിയ മറുപടി അതായിരുന്നു. പിന്നെ അതെല്ലാം മറന്നുകൊണ്ടുള്ള ജീവിതം തന്നെയായിരുന്നു. അനൂപേട്ടനും രണ്ടു മക്കൾക്കും അപ്പുറത്തൊരു ലോകം സ്വപ്നത്തിൽ പോലും അനാമിക കണ്ടിട്ടില്ല. നീ എന്തിനു മറുപടി കൊടുക്കാതിരിക്കണം? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ലൊരു സൗഹൃദമാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? വിവേകിന്റെ മെസ്സേജ് വന്ന കാര്യം കേട്ടപ്പോൾ അനൂപിന്റെ മറുപടി അതായിരുന്നു. എല്ലാത്തിനേക്കാളും ഉപരി അനാമികയ്ക്ക് എന്തും തുറന്നു പറയാവുന്ന നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു അനൂപ്. അവൾക്ക് അത് വല്ലാത്ത അഭിമാനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒന്നും മറച്ചു വെക്കേണ്ടതായി ഇല്ലായിരുന്നു. വിവേകല്ലേ, എന്താ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നേ? ഞാൻ സുഖമായിരിക്കുന്നു. പിറ്റേന്ന് കാലത്താണ് വിവേകിന് അനാമിക മറുപടി നൽകിയത്. പരസ്പരമുള്ള സൗഹൃദ സംഭാഷണങ്ങൾ ഉച്ചവരെ നീണ്ടു. ശേഷം അവന്റെ ഫാമിലിയുടെ ഫോട്ടോസ് ഓരോന്നായി വിവേക് അയച്ചു. അനാമിക തിരിച്ചും അയച്ചു കൊടുത്തു. വിവേകിനോട് ചേർന്ന് നിൽക്കുന്ന അവന്റെ ഭാര്യയുടെ മടിയിലിരിക്കുന്ന മോനെയും കണ്ടപ്പോൾ അനാമികയ്ക്ക് നല്ല ഭംഗി തോന്നി. ക്യൂട്ട് ഫാമിലി ഫോട്ടോകൾക്ക് മറുപടിയായി അവൾ അയച്ചു. ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ അനു, സത്യത്തിൽ മനസ്സുകൊണ്ട് ആ അടുപ്പമൊന്നും ഞങ്ങൾക്കിടയിലില്ല. ഫാമിലി സ്റ്റാറ്റസ് മാത്രമേ നോക്കിയുള്ളൂ, വിവേക് പറഞ്ഞു. അതിനും അനാമിക മനഃപൂർവ്വം മറുപടി കൊടുത്തില്ല. അല്ലെങ്കിൽ തന്നെ അവന്റെ ഫാമിലിയുടെ ഉള്ളിലെ കാര്യം തനിക്കറിയേണ്ട ആവശ്യമില്ലെന്നും അവൾ മനസ്സിൽ പറഞ്ഞു. എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ് അനു. നിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. വിവേക് കഴിഞ്ഞ കാലത്തേക്ക് പോകാൻ തുടങ്ങി. അതൊക്കെ അപ്പോ ഓർത്തില്ലല്ലോ. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യവുമില്ല. ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അനു മറുപടി കൊടുത്തു. ഒന്നും കഴിഞ്ഞിട്ടില്ലടോ, എനിക്ക് ഇപ്പോഴും തന്നെ ഇഷ്ടമാണ്. നീ ഇപ്പോ അന്നത്തേക്കാൾ സുന്ദരിയാണ്. വിവേക് പോകുന്നത് ശരിയായ രീതിയിലല്ലെന്നും അനുവിന് തോന്നി. രാത്രി നീ മെസ്സേജ് ഒന്നും അയക്കണ്ടട്ടോ. കാലത്ത് ഞാൻ നിനക്ക് അങ്ങോട്ട് അയച്ചതിന് ശേഷം നീ മറുപടി തന്നാൽ മതി. അവൾ കണ്ടാൽ കുഴപ്പമാണ്. നമുക്ക് ഇങ്ങനെ ആരും അറിയാതെ പോകാടോ. നമ്മുടെ കഴിഞ്ഞ കാലത്ത് നടക്കാതെ പോയ ഇഷ്ടങ്ങൾ എല്ലാം നമുക്ക് അങ്ങനെ നടത്താടോ. വിവേകിന്റെ മെസ്സേജസ് തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് അനാമിക കണ്ണു മഞ്ഞളിച്ചിരുന്നു പോയി. പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ കല്യാണത്തിന് ശേഷം ഇങ്ങനെയൊരു അനുഭവം അവൾക്ക് ആദ്യമാണ്. വിവേക് എന്താ ഉദ്ദേശിക്കുന്നേ? അനാമിക ചോദിച്ചു. ഒരിക്കൽ നേടാതെ പോയ നമ്മുടെ ഇഷ്ടം അത് ഇങ്ങനെയെങ്കിലും പൂവണിയിട്ടടോ. ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ കാര്യമല്ല. എല്ലായിടത്തും നടക്കുന്ന ഇതൊക്കെ. ഒരു ലവ് ഇമേജ് കൂടെ ചേർത്ത് അവൻ പറഞ്ഞു. എല്ലായിടത്തും നടക്കുന്ന കാര്യം എനിക്കറിയില്ല വിവേക്. എന്റെ ജീവിതം ഞാൻ ആ ഫോട്ടോയിൽ അയച്ച പോലെ തന്നെയാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എന്റെ അനൂപേട്ടൻ തന്നെയാണ്. വിവേകിനോട് ഞാൻ ഇപ്പോൾ സംസാരിച്ചതുപോലും ഞാനും അനൂപേട്ടനും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. നല്ല രീതിയിലുള്ള ഒരു സൗഹൃദമാണെങ്കിൽ തുടർന്നോളാൻ എന്നോട് പറഞ്ഞത്. അനൂപേട്ടനാ, ആരുടെ മുന്നിലും ഒളിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സൗഹൃദം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ നീ ഉദ്ദേശിക്കുന്നത് അതല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തുടർന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അനാമിക വിവേകിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. വാർത്തകളിൽ കാണുന്ന പല സംഭവങ്ങളുടെയും തുടക്കം ഇതൊക്കെ ആയിരിക്കുമെന്ന് അവൾ വെറുതെ മനസ്സിലോർത്തു. അനൂപ് ഇത്രയും സ്നേഹമുള്ള ഒരാളായതുകൊണ്ടാണ് തനിക്ക് കഴിഞ്ഞ കാലത്തെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ ആഗ്രഹമില്ലാത്തത്. മറിച്ചായിരുന്നാൽ മനസ്സല്ലേ, ഒന്നും പറയാൻ പറ്റില്ല, അവൾ സ്വയം പറഞ്ഞു. ബ്ലോക്ക് ആക്കണ്ടായിരുന്നോ? നമുക്ക് രണ്ടാർക്കും ചേർന്ന് വെറുതെ ഒന്ന് കളിപ്പിക്കായിരുന്നു അവനെ. രാത്രി കാര്യം അറിഞ്ഞപ്പോൾ ഒരു കള്ളച്ചിരിയോടെ അനൂപ് പറഞ്ഞു. അയ്യടാ, അങ്ങനെ തമാശക്ക് പോലും എൻ്റെ ജീവിതത്തിൽ ഒരുത്തൻ വേണ്ട, അനൂപിന്റെ നെഞ്ചോട് ചേർന്ന് അനാമിക പറഞ്ഞു.